അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയി പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ്. ഈ പ്രസ്താവന അദ്ദേഹം ഇസ്രയേലികളുടെ ഭാഷയിൽ, ഹിബ്രു ഭാഷയിലാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാർത്ത ഇപ്പോൾ ഇസ്രയേലിന്റെ തന്നെ ചാനൽ 12 അടക്കം ധാരാളം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഖാംനയി ഈ ഒരു പ്രസ്താവനയിലൂടെ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്നത്? അമേരിക്കക്കാർ അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വരുന്ന പശ്ചാത്തലം കൂടെ നാം പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഖത്തറിലെ വിദേശകാര്യ മന്ത്രിയാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെത്തിയത്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സന്ദേശം കൈമാറാനായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുള്ളൊരു പ്രതികരണമായിട്ടാണ്, അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെയും ഭീഷണികളെയും പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. ഇത് റഷ്യൻ പത്രമായ ആർട്ടിയാണ്. അലി ഖാംനയി അലൽ അംരിക്കിയീന അൻ യഅലമു അന്നഹും ഇദാ അസ്അലുൽ ഹർബ സതകൂനു ഇഖ്ലിമിയ. അദ്ദേഹം പറയുന്നു, അമേരിക്കക്കാർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ ഏതൊരു യുദ്ധത്തിനും തിരികൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേഖലയിലെ സമ്പൂർണ്ണ യുദ്ധമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് എവിടെയെങ്കിലും ഒരു ലിമിറ്റഡ് ആയ അറ്റാക്ക് നടത്തി കപ്പലും എടുത്ത് ഓടിക്കളയാം എന്ന് വിചാരിക്കരുത്. ഈ യുദ്ധം ഇവിടെ വ്യാപിക്കും. അത് തീർത്തിട്ടേ പിന്നെ പോകാൻ കഴിയുകയുള്ളൂ. തുടങ്ങാൻ ട്രംപിന് സാധിക്കും, പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് മുമ്പ് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ 4-5 കാര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. قال المرشد الخامنئي خلال لقائه جمعا كبيرا من المواطنين في حسينية الإمام خميني. അദ്ദേഹം ഇറാനിലെ ഒരു വലിയ സമൂഹത്തോടായിരുന്നു അദ്ദേഹം സംസാരിച്ചതെന്നത്. എന്നിട്ട് അദ്ദേഹം അമേരിക്കക്കാരുടെ ഈ പ്രസ്താവനകളെ എടുത്തു പറയുകയാണ്. ഇന്ന ഹദീസഹും അഹ്യാനൻ അനിൽ ഹർബ് വത്വായിറാത്ത് വസ്സുഫിനിൽ ഹർബിയ്യ ലൈസ ജദീദൻ. പലപ്പോഴും അമേരിക്കക്കാർ യുദ്ധങ്ങളെ കുറിച്ച് പറയാറുണ്ട്, അവരുടെ യുദ്ധവിമാനങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ചിലപ്പോൾ അവരുടെ കപ്പലുകളെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അതൊന്നും പുതിയതല്ല. വഖദ് ഹദ്ദദൽ അംരിക്കിയൂന സാബിഖൻ മിറാറൻ ഫീ തസ്രിഹാതിഹിം വഖാലു ഇന്ന കുല്ലൽ ഖിയാറാത്ത് അല ത്വാവില ബിമാ ഫീ ദാലിക ഖിയാറുൽ ഹർബ്. യുദ്ധമടക്കമുള്ള എല്ലാ തീരുമാനങ്ങളും മേശപ്പുറത്ത് ഉണ്ട് എന്ന്. അത് സാധാരണ പല്ലവിയാണ് അമേരിക്കക്കാരുടെ. അദ്ദേഹം വീണ്ടും പറയുന്നു, അലൽ അംരിക്കീന അൻ യഅലമു അന്നഹു ഇദാ അസ്അലു ഹർബൻ ഫതകൂന ഹാദിഹിൽ മർറ ഹർബൻ ഇഖ്ലീമിയ. നിങ്ങൾ ഒരു യുദ്ധത്തിന് ഈ ഘട്ടത്തിൽ തിരികൊളുത്തിയാൽ, യുദ്ധം ആരംഭിച്ചാൽ അത് മേഖലയിൽ മൊത്തം വ്യാപിക്കുന്ന യുദ്ധമായിരിക്കും. ഇവിടെ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ ഇറാൻ ആക്രമിക്കും. അത് മിഡിൽ ഈസ്റ്റിലുള്ള എണ്ണപ്പാടങ്ങളാകാം. അങ്ങനെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത് സംരക്ഷിക്കാനും കൂടെ ഈ യുദ്ധം ആരംഭിക്കുന്ന അമേരിക്കക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ മേഖലകളിലും അവർ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കേണ്ടതായി വരും. അത് ഇന്ന് അമേരിക്കയുടെ തന്നെ സൈനിക നേതൃത്വം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഈ പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത്, ആ വ്യക്തി അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ആർമാഡ വന്നിരിക്കുന്നു, വൻ യുദ്ധ സന്നാഹം എത്തിയിരിക്കുന്നു, മിഡിൽ ഈസ്റ്റില് വൻ കപ്പലുകൾ, വൻ ശക്തിയുള്ള കപ്പലുകൾ വന്നിരിക്കുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ലവി മാത്രമാണ്. ഇതുകൊണ്ടൊന്നും ഇറാനികളെ ഭീഷണിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ കഴിയില്ല. ഇത്തരം ഭീഷണികളൊന്നും ഇറാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും ഏശുകയില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, പക്ഷെ ഞങ്ങൾ ഒരിക്കലും യുദ്ധം തുടങ്ങുന്നവരല്ല. ഞങ്ങൾ ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നവരുമല്ല. പക്ഷേ അതേസമയം ഞങ്ങൾ ആരെങ്കിലും ആക്രമിക്കാൻ നിൽക്കുകയാണെങ്കിൽ, ഞങ്ങളെ സമാധാനം കെടുത്താൻ നിൽക്കുകയാണെങ്കിൽ അവരെ ഞങ്ങൾ ശക്തമായി അടിക്കുകയും ചെയ്യും. ഇറാനിലെ പല മേഖലകളിലും ഉണ്ടായ പ്രശ്നങ്ങൾ, കലാപങ്ങൾ, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, അൽ ഫിത്രത്തുൽ അഖീറ കാനത്ത് ശബീഹതൻ ബിൽ ഇൻഖിലാബ്. അവസാനമുണ്ടായ ഇറാനിലെ കലാപങ്ങൾ അത് അട്ടിമറിയോട് തുല്യമായതാണ്. ബിത്തബ തമ്മ ഇഫ്ശാലുൽ ഇൻഖിലാബ്. പക്ഷേ തീർച്ചയായും ഞങ്ങൾ
അട്ടിമറി ശ്രമം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. കാന ഹദ്ഫുഹും തദ്മീറുൽ മറാകിസ് അൽ ഹസ്സാസ വൽ മുഅസ്സിറ ഫി ഇദാറത്തിൽ ബിലാദ്. രാഷ്ട്രത്തിന്റെ നിയന്ത്രണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ സെൻസിറ്റീവായ കേന്ദ്രങ്ങളെല്ലാം അവർ ലക്ഷ്യം വെക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. വലിഹാദാ ഹജമു അശ്ശുർത വൽ മഖാർ അൽ ഹുകൂമിയ വമറാകിസ് അൽ ഹർസ് വമറാകിസ് അൽ ഹർസ് സൗരി വൽ ബുനൂക് വൽ മസാജിദ്. അതുകൊണ്ടാണ് അവർ പോലീസിനെയും അതുപോലെ തന്നെ ഭരണകൂട കേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഗാർഡിന്റെ കേന്ദ്രങ്ങൾ, അതുപോലെ ബാങ്കുകൾ, അതുപോലെ പള്ളികൾ, ഇതെല്ലാം അവർ ആക്രമിച്ചത് അതുകൊണ്ടാണ്. വഹറഖുൽ മസാഹിഫ്, മാത്രമല്ല അവർ മുസ്ഹഫുകളും കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. ലഖദ് ഹജമു അൽ മറാകിസ് അല്ലതി തുദീറു ശുഊനൽ ബിലാദ്. രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളെ അവർ ആക്രമിച്ചു. വഹാദാ യശ്ബഹുൽ ഇൻഖിലാബ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ അട്ടിമറിയോട് സമാനമായതാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇറാൻ ഇങ്ങനെ ഒരു ലക്ഷ്യം വെക്കുന്നത് കൊണ്ട്, കാരണം പ്രദേശത്തുള്ള അമേരിക്കയുടെ എല്ലാ താല്പര്യങ്ങളും തകർക്കും. ആ കൂട്ടത്തിൽ നമുക്കറിയാം അറബ് രാഷ്ട്രങ്ങളിലാണ് പ്രധാനമായും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താല്പര്യങ്ങൾ. അതിൽ എണ്ണയുണ്ട്, അതുപോലെ തന്നെ അവരുടെ ബേസുകളുണ്ട്, ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെയെല്ലാം ആക്രമിക്കുമ്പോൾ ആ അറബ് രാഷ്ട്രങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം ഉണ്ടാക്കിയ അവരുടെ സമ്പത്തായിരിക്കും അതെല്ലാം അടിച്ചു തകർക്കുന്ന സാഹചര്യം വരുമ്പോൾ അവരും യുദ്ധത്തിലേക്ക് കടന്നു വരേണ്ടി വരും. ഇതെല്ലാം സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കാതെ ട്രംപാണ് ഇത് ആരംഭിച്ചത് എന്നൊരു പക്ഷെ അവർ പറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇറാൻ അവരെ ലക്ഷ്യം വെക്കാതിരിക്കാൻ തന്നെയാണ് നമുക്കറിയാം അറബ് രാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങളും നമുക്കറിയാം ലക്ഷ്യം വെക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം അവരുടെ കരയും അവരുടെ വ്യോമ മേഖലകളെല്ലാം അമേരിക്കക്ക് അവർ തടഞ്ഞിരിക്കുകയാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇറാൻ അവരെ വെറുതെ വിടും, അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ള താല്പര്യങ്ങളെ ഇറാൻ ആക്രമിക്കില്ല എന്ന് അവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ അത് തിരുത്തിയിരിക്കുകയാണ്. എന്തായാലും അമേരിക്കൻ താല്പര്യങ്ങൾ അത് അടിച്ചു തകർക്കുക തന്നെ ചെയ്യും. ഈ ഒരു സാഹചര്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഒരു ലിമിറ്റഡ് അറ്റാക്ക് നടത്തി തിരിച്ചു പോകാൻ കരുതുമ്പോൾ അതിനൊരിക്കലും സാധ്യമല്ല എന്ന് മാത്രമല്ല, എന്നാൽ നേതാക്കളെ ലക്ഷ്യം വെച്ച് തീർത്തു കഴിഞ്ഞാൽ അവിടെ കലാപം വീണ്ടും ഉയർന്നു വരും. അത് അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ ലിമിറ്റഡ് അറ്റാക്കിലൂടെ ഇറാനെ തകർക്കാനുള്ള സാധ്യതകളും കാണാതെ വരുമ്പോഴാണ് യുദ്ധം യഥാർത്ഥത്തിൽ നീണ്ടുപോകുന്നത്. എന്നാൽ അമേരിക്കയുടെ സൈനിക നേതൃത്വം തന്നെ ഇപ്പോൾ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. വാൾ സ്ട്രീറ്റ് ജനറൽ ആ കാര്യം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കക്ക് പെട്ടെന്ന് ആക്രമിക്കാൻ കഴിയില്ല, കാരണം മിഡിൽ ഈസ്റ്റ് സുരക്ഷിതമാക്കാതെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ അവിടെയെല്ലാം ലക്ഷ്യം വെക്കും, ആ മിഡിൽ ഈസ്റ്റ് തകരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെല്ലാം അമേരിക്ക പ്രതിരോധ സംവിധാനങ്ങൾ, പാട്രിയറ്റ് ബാറ്ററികൾ, അതുപോലെ താഡ് സംവിധാനങ്ങൾ ഇതെല്ലാം വിന്യസിച്ചു കൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിലെല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരുങ്ങിയതിന് ശേഷം മാത്രമേ ഇനി അമേരിക്കക്ക് യുദ്ധം ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം ഇറാൻ ആ കാര്യം പച്ചയായി പറഞ്ഞിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയാൽ അത് പ്രദേശത്തെ വ്യാപിക്കുന്ന വലിയ യുദ്ധം തന്നെ ആയിരിക്കുമെന്ന്.